ലോർഡ്. സഹോദരരെ, ബ്രദറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബ്രദറിനെ ഇങ്ങനൊരു ശുശ്രൂഷയിൽ കിട്ടിയത് തന്നെ നമ്മുടെ ഭാഗ്യമാണ്. ഒത്തിരി തിരക്കുകളുള്ള ഒത്തിരി വിദേശത്തൊക്കെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രദറിനെ കിട്ടിയത് തന്നെ മേരിച്ചേച്ചി നമുക്കൊരു സൂചന നൽകി, ഇപ്പോൾ വിളിച്ചാൽ കിട്ടും. അങ്ങനെയാണ് ഈ വെള്ളിയാഴ്ച നമുക്കത് കിട്ടിയത്. ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കാൽവരി ശുശ്രൂഷ നോൻപിൻ്റെ കാലത്ത് കാൽവരി ധ്യാനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ബ്രദറിന് കൂടുതലായിട്ട് നമുക്ക് ഒത്തിരി കർത്താവിൻ്റെ ജ്ഞാനത്തിൽ വളരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മൾ കാൽവരി ഈ 2017 അത് ബോസ്കോ ഞാളിയത്തച്ഛൻ ആണ് നടത്തുന്നത്. അതിനുശേഷം 2018 കാൽവരി ശുശ്രൂഷ ചെയ്യാനായിട്ട് ബ്രദറിനോട് ഇതിന് ശേഷം നമ്മളൊരു ഡേറ്റ് ചോദിക്കും. സൂചന കൊടുത്തിരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരു 5 ദിവസം ഇടവകയിൽ വന്ന് ധ്യാനിക്കാനായിട്ട് ബ്രദറിൻ്റെയും ടീം അംഗങ്ങളെയും. അത് ഇതുപോലെ ആയിരിക്കില്ല, എല്ലാ ശുശ്രൂഷകരോടും ഗ്രൂപ്പിനോടും കൂടി വന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം ഇടവരുത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമുക്കിപ്പോൾ എഴുന്നേറ്റിരിക്കാം. ബ്രദർ ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ ഇന്നലെ വന്ന ഒരു ബ്രദർ, നമ്മൾ കഴിഞ്ഞ 13-ാം തീയതി ഇവിടെ ബുധനാഴ്ച വന്ന ബ്രദർ, അതായത് ഡോക്ടർ ജോൺ ഡിയുടെ സഹോദരൻ ജോസഫ് ഡി ഇവിടെ വന്ന് പറഞ്ഞു. അവർക്ക് ഗുരുതുല്യനായ ഒരു ബ്രദറാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ വേറെ ഒരു ക്ലാസ് അല്ല, അതിൻ്റെ പ്രാക്ടിക്കൽ രൂപം നമ്മൾ പഠിപ്പിക്കാനായിട്ട് ഇവിടെ സമയമില്ല. അതെല്ലാം ഇനി അടുത്ത ശുശ്രൂഷയിൽ നമുക്ക് ലഭിക്കുമെന്നൊക്കെ പ്രാർത്ഥിക്കാം. അത്രയും നാൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ബ്രദറിൻ്റെ ഉള്ള എല്ലാ ആത്മാവിൻ്റെ ഈ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും വളരാനൊക്കെ സാധിക്കും. നമുക്കിപ്പോൾ കരങ്ങൾ ഉയർത്താം ബ്രദറിന് വേണ്ടി, ബ്രദറിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. നമുക്കറിയാം, ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് ലോകത്തിന് വേണ്ടി, ലോകത്തിൻ്റെ സഭ മുഴുവനും വേണ്ടി ഒത്തിരി മക്കൾ കർത്താവിനെ അറിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ മേരിച്ചേച്ചിയും ഈ ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ നമുക്കും അഭിമാനിക്കാം, സന്തോഷിക്കാം. കൂടുതൽ ശക്തിയോടെ നമുക്കിപ്പോൾ കരങ്ങൾ ഉയർത്തി ലോകം മുഴുവനും ഇനിയും ആരോഗ്യത്തോടെ അഭിഷേകത്തോടെ നിൽക്കുവാനായിട്ട് ബ്രദറിനെ പരിശുദ്ധ അമ്മയുടെ മല്ലാർപാടത്തമ്മയുടെ മധ്യസ്ഥം വഴി അനുഗ്രഹിക്കാൻ വേണ്ടി ശക്തിയോടെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മക്കളായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് നിറച്ച് അനേകം ഇടങ്ങളിൽ അങ്ങേ സാക്ഷ്യ ജീവിതത്തിന് അങ്ങയെ പ്രഘോഷിക്കാനായി ഇടവരുത്തുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി സന്തോഷത്തോടെയാണ് ഇന്ന് നമ്മൾ ഭവനത്തിലേക്ക് പോകുന്നത്. കേട്ട കാര്യങ്ങൾ വീട്ടിൽ ചെന്ന് ബൈബിളെടുത്ത് നോക്കുക, പഠിപ്പിച്ച വചനങ്ങൾ ധ്യാനിക്കുക. മേരിശേഷി പനമ്പുകാടാണ്. നമ്മുടെ കുറച്ച് ആൾക്കാരെ അവിടെ വന്നുള്ളൂ. പനമ്പുകാടാണ് മേരിശേഷി. ഈ ബ്രദർ പഠിപ്പിച്ചതിൻ്റെ എവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു സ്വല്പം കാര്യങ്ങൾ പറഞ്ഞു ജ്ഞാനത്തെക്കുറിച്ച്. അത് തന്നെ വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ബ്രദർ അതിനെക്കുറിച്ച് എത്രയോ പറയാനായിട്ടുണ്ടായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കേട്ട കാര്യങ്ങൾ, അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, നമുക്ക് വേണ്ടി ഇരിക്കുന്ന ആ ജ്ഞാനത്തെ സ്വീകരിക്കാനായിട്ട് പരിശുദ്ധാത്മാവുന്ന വ്യക്തിയെ മനസ്സിലാക്കി ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കാനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യാത്രയെ നമുക്കായി ദൈവം കരുതി വച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ, നമ്മുടെ രാത്രിയെ, പ്രഭാതത്തിൽ വളരെ നേരത്തെ ഉണർന്ന പ്രാർത്ഥനയോടെ കൂടുതൽ ഒരുങ്ങി വിശുദ്ധ കുർബാനയിലേക്ക് വരുവാൻ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവിലൂടെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളും യാത്രകളും സമർപ്പിക്കാം. എല്ലാവരും ഒരുമിച്ച്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാവണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സഹോദരരെ, അടുത്ത ആഴ്ച നമുക്ക് അടുത്ത വെള്ളിയാഴ്ച വരാനിരുന്നത് ജോസഫ് പുതിയടത്ത് അച്ഛനാണ്. അച്ഛന് എന്തൊരു അസൗകര്യമുണ്ട്. പക്ഷേ അച്ഛൻ പറഞ്ഞു, ഞാൻ മറ്റൊരു അച്ഛനെ നിങ്ങൾക്ക് വേണ്ടി തരാം. അപ്പോൾ അച്ഛൻ്റെ പേര് ഇവിടെ ഇപ്പോൾ അനൗൺസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക. പുതിയടത്തിന് വേറൊരു ദിവസം വരും. അപ്പോൾ നമ്മൾ ശക്തിയോടെ, പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ അടുത്ത വെള്ളിയാഴ്ചയിൽ മറ്റുള്ളവരെയും ചേർത്ത് കൊണ്ടുവരാനായിട്ട് പ്രാർത്ഥിക്കുക, അവരെ വിളിക്കുക. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരുമിച്ച്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, വിശുദ്ധ സെബസ്ത്യാനോസേ, വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയെ, സകല വിശുദ്ധരെ, മാലാഖമാരെ, നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും